നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. AMT അല്ലെങ്കിൽ ഏജസ് വാഹനത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന. ഒരു ഏജസ് വാഹനമാണ്. ഈ ഒരു ഏജസ് വാഹനത്തിനകത്ത് എന്തെങ്കിലും രീതിക്ക് ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്റർ അല്ലെങ്കിൽ മീറ്ററെ നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. അതായത് സാധാരണ എല്ലാവർക്കും ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ക്ലസ്റ്റർ മീറ്റർ, അതായത് നമ്മൾ ഈ കാണുന്ന ഒരു മീറ്ററിനകത്ത് ഈ ഒരു കംപ്ലൈൻറ്റ് കാണിക്കും. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. അതായത് നമുക്കറിയാവുന്ന പോലെ ഈ വാഹനത്തിൻ്റെ ക്ലച്ച് വരുന്ന വാഹനമാണ്. എന്നാൽ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏജസ് ആയതുകൊണ്ട്, അതായത് ഒരു ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വരുന്ന വാഹനമായതുകൊണ്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. വാഹനം തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതല്ല. എൻ്റെ ചോദ്യം, വാഹനത്തിൻ്റെ ക്ലച്ച് തീരാറായിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഏജസ് വാഹനം അല്ലെങ്കിൽ ഒരു AMT വാഹനത്തിൻ്റെ ക്ലച്ച് തീരാറായാൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും? അല്ലെങ്കിൽ വാഹനം എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരുമോ? ഇപ്പം സാധാരണ ഒരു വാഹനം, ഇപ്പം നമുക്ക് സാധാരണ ഈ വാഹനത്തിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് സ്ലിപ്പാകുന്ന നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. എന്നാൽ ഒരു സാധാരണ വ്യക്തി, വാഹനത്തിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ആകുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ വാഹനം, അതായത് ഒരു AMT അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ഈ വാഹനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വാഹനത്തിനകത്ത് ഒരുപാട് വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഒരുപാട് വാർണിംഗ് ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് കുറേ വാർണിംഗ് ലൈറ്റ്സ് കെട്ട് പോകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഒരു ചക്രത്തിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈറ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഈ ഒരു ലൈറ്റ്, ആ ഒരു ട്രാൻസ്മിഷൻ ലൈറ്റ്, ഈ ട്രാൻസ്മിഷൻ ലൈറ്റ് ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ട്രാൻസ്മിഷൻ ലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റം, അതായത് നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ആ കാണിച്ച വാർണിംഗ് ലൈറ്റ് ആയിരിക്കും കത്തുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു വാർണിംഗ് ലൈറ്റ് ക്ലച്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വന്നാൽ അത് കത്തുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഓവറായിട്ട് ഹീറ്റ് ആകുന്ന സമയത്ത്, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് എപ്പോഴാണ് കംപ്ലയിൻറ്റ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പായി തുടങ്ങുമ്പോഴത്തേക്കും. എങ്ങനെ ക്ലച്ച് സ്ലിപ്പാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അൺഈവനായിട്ടുള്ള റോഡ്സിലും അല്ലെങ്കിൽ കുറേ കയറ്റം, അതായത് കുറേ ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ ഈ വാഹനം നല്ല രീതിക്ക് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് ചെറിയ രീതിക്ക് സ്ലിപ്പ് വരും. അങ്ങനെ സ്ലിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിന് ഹീറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ചൂട് കൂടും. അങ്ങനെ ചൂടാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച ഒരു ട്രാൻസ്മിഷൻ്റെ വാർണിംഗ് ലൈറ്റ്, ആ ട്രാൻസ്മിഷൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് എന്തോ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറാനല്ല ഞാൻ പറഞ്ഞ ആ വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉറപ്പായിട്ടും കൊണ്ടുപോയി മാറരുത്. പക്ഷേ ഒരു കംപ്ലയിൻറ്റ് തുടങ്ങുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയറ്റം കയറുന്ന സമയത്ത്, അതായത് ഒരു ഹൈ റേഞ്ച് കയറ്റം കയറുന്ന സമയത്ത് നന്നായിട്ട് കാല് കൊടുത്ത്, അതായത് നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഓവറായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്നൊരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. അതേ സ്ഥാനത്ത് ഞാൻ പറയുന്നത്, ഈ ക്ലച്ച് മാറാറായെന്ന് എപ്പോൾ കറക്റ്റ് കൺഫേം അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല വഴി കൂടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത് ബ്ലിങ്ക് ആവുകയോ അല്ലെങ്കിൽ കത്തി നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്യണം. അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ക്ലച്ചിന് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ക്ലച്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ക്ലച്ച് മാറി വിട്ടണം. കാരണം ആ ക്ലച്ചുമായിട്ട് നമ്മൾ പിന്നെ ഓടുകയാണെങ്കിൽ അത് ട്രാൻസ്മിഷൻ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് വന്ന് യൂണിറ്റും പിന്നെ പണിയാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഗിയർ ഷിഫ്റ്റിങ് പ്രോപ്പർ ആകത്തില്ല, കാരണം കൃത്യമായിട്ടുള്ള ഗിയർ ആയിരിക്കത്തില്ല ഷിഫ്റ്റ് ആകുന്നത്. കാരണം ക്ലച്ച് സ്ലിപ്പ് ആകുന്ന സമയത്ത് ഗിയർ ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വാഹനത്തിൻ്റെ മീറ്ററിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കാതെ കൊണ്ട് കാണിച്ച് ക്ലിയർ ആക്കേണ്ടത് അത്യാവശ്യമാണ്.